ഹായ്, ഇന്ന് ഞാൻ മൺപാത്രത്തിൽ കറി വെച്ചു. അതൊന്ന് കാണിക്കാനാണ് വന്നിരിക്കണേ കേട്ടോ. അത് ഞങ്ങൾ ഇന്നാൾ മഞ്ചേരി ടൗണിൽ പോയപ്പോഴേ കുറച്ച് മൺപാത്രങ്ങൾ മേടിച്ചു. എല്ലാവരും മൺപാത്രം മേടിക്കില്ല, അപ്പോൾ ഞങ്ങളും മേടിച്ചു. അതിൽ വെച്ചു പറഞ്ഞാൽ അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മയക്കാൻ പറ്റുന്ന അവിടുത്തെ ചേട്ടൻ പറഞ്ഞു. ഞങ്ങൾ മഞ്ചേരിയിലെ താമസം, ഇപ്പോൾ തൃശ്ശൂരെ വീട് വെച്ചാലും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചട്ടിയൊക്കെ മയക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മോര് കാച്ചാൻ പോവുക. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഒക്കെ കൂടി ചതച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മോര് ഫുള്ളായി ഒഴിച്ച് നല്ല പോലെ തിളപ്പിക്കും. അത് വാങ്ങാറാകുമ്പോൾ കുറച്ചുകൂടി കറിവേപ്പില അതിലിട്ടിട്ട് വാങ്ങി വയ്ക്കുക. അതാണ് ഞങ്ങളുടെ മോര് കാച്ചിയത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നതും വച്ചിരിക്കുന്നതും. വയറിന് ഭയങ്കര നല്ലതാണ് ഇതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മോര് കാച്ചിയത് റെഡി. മൺപാത്രത്തിലായതുകൊണ്ടാണ് അത്ര സ്പെഷ്യൽ കേട്ടോ. ഇനി അടുത്ത കറി എടുത്തത് വേറൊരു മൺപാത്രം എടുത്തിട്ട് അതിൽ ചക്കക്കുരു വേവിച്ച്, അത് ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന്, അടുക്കള തോട്ടത്തിൽ നിന്ന് കിട്ടി രണ്ട് വലിയ ചീര ഉണ്ടായിരുന്നു. ചീര കുറവായി കാരണം ചക്കക്കുരു എടുത്ത് അതിലും കൂടി അതിട്ട് വേവിച്ച് എന്ത് വന്നപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ. അപ്പോൾ ചക്കക്കുരും ചീരയും കൂടിയിട്ടുള്ള മെഴുക്കുവരട്ടിയും റെഡി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. നമ്മൾ സ്റ്റീല് അല്ലെങ്കിൽ അലുമിനിയം അതിലൊക്കെയല്ലേ വയ്ക്കുക, കുക്കർ ഇതിലൊക്കെയല്ലേ വയ്ക്കണം. ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടി എല്ലാം മൺചട്ടി എടുത്ത് മേശമ വെച്ച് അതിൽ നിന്ന് വിളമ്പി വെക്കുകയായി. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ പറഞ്ഞ ഹസ്ബൻഡിനുള്ള ചോറ് ആദ്യം വിളമ്പി. ആൾക്കകത്ത് ഈ ചട്ടിക്കും മേശം കണ്ടപ്പോൾ ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ആദ്യമായിട്ടുള്ളതൊക്കെ കാണണേ. അങ്ങനെ ഞങ്ങൾ ചോറ് വിളമ്പി. കാലത്ത് വെച്ച് മുതിരക്കൂട്ടാൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോര് കാച്ചിയതും ചക്കക്കുരും ചീരയും കൂടി മെഴുക്കുവരട്ടി ഉണ്ടാക്കിയതും മാങ്ങ അച്ചാർ ഇതൊക്കെയും കൂടി വിളമ്പി വെച്ചു. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ അതൊക്കെയും കഴിച്ചു. നിങ്ങൾക്കും അതിഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.